ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചികരമായൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർന്നു കഴിഞ്ഞ് കുക്കറിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി 1/2 കപ്പ് വെള്ളം ചേർത്ത് 4-5 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ആദ്യ വിസിൽ വന്നു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എല്ലാ ബീഫിനും ഒരുപോലെ ആയിരിക്കില്ല വേവ്, അതുകൊണ്ടാണ് 4-5 വിസിലെന്ന് പറഞ്ഞത്. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. മൂന്ന് വലിയ സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റാം. സവാള ചുവക്കുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 15 അല്ലി വെളുത്തുള്ളി ചതച്ചതും രണ്ടും കൂടി ചതച്ചത് ചേർത്ത് ഇളക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് വഴലുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കണം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് പൊടികൾ മൊരിയുന്നത് വരെ ചെറുതീയിൽ ഇളക്കണം. പൊടികൾ മൊരിയുമ്പോൾ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി ചെറുതീയിൽ അടച്ചു വയ്ക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്ക് ബീഫ് അതിൻ്റെ വെള്ളത്തോടു കൂടെ ഇതിൽ ചേർക്കാം.
കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്ത് ചെറുതീയിലൊന്നുകൂടി അടച്ചു വെക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് വെള്ളമൊക്കെ വറ്റി കുഴഞ്ഞ പരുവത്തിൽ വാങ്ങി വെക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ 2-3 പച്ചമുളക് കൂടി ചേർത്ത് ചതയ്ക്കാം. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനുമൊക്കെ ചേർത്ത് കഴിക്കാവുന്ന ഒരു കറിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.